പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചി മെട്രോയിൽ വാഹനാപകടം, 2 പേർ ഗുരുതരാവസ്ഥയിൽ. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ചേരുന്നു. പ്രിയ, ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം നടന്നത്. കോഴിക്കോട് നിന്ന് വരുന്ന പ്രൈവറ്റ് ബസ്സിലിടിച്ച ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. നന്ദി പ്രമോദ്. ജില്ലയിൽ ഈ ആഴ്ച നടന്ന 3ാമത്തെ ആക്സിഡന്റാണിത്. ഇതുമായി പ്രതികരിക്കാൻ ഡോക്ടർ മിംസ് കൊച്ചി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. കേരളത്തിൽ നടക്കുന്ന വാഹനാപകടങ്ങൾ ദിനംപ്രതി കൂടിക്കൂടി വരികയാണ്. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ കാണിക്കുന്ന വിമുഖതയല്ലേ അപകട മരണങ്ങളിൽ നിർണായകമാകുന്നത്? തീർച്ചയായും. അപകടമുണ്ടായ ശേഷമുള്ള 1 മണിക്കൂർ നിർണായകമാണ്. ഇതിനുള്ളിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണം. വരും വരായികകൾ ചിന്തിച്ചു നിൽക്കാതെ അപകടത്തിൽപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. അതുപോലെ തന്നെ തെറ്റായ രക്ഷാപ്രവർത്തനവും രോഗികളുടെ മരണത്തിന് കാരണമാകുന്നില്ലേ? തീർച്ചയായും. അപകടം പറ്റിയ അബോധാവസ്ഥയിലുള്ള രോഗിക്ക് നട്ടെല്ലിനും പരിക്കുണ്ടെന്ന് തന്നെ കരുതണം. രോഗിയെ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചിരുത്താൻ ശ്രമിക്കരുത്. രോഗിയെ കുറഞ്ഞത് 5 പേർ ചേർന്ന് ഒരാൾ തലഭാഗത്തും മറ്റു 4 പേർ ശരീരത്തിന് സമാന്തരമായും ഇതുപോലെ പിടിച്ചു വേണം ആംബുലൻസിലേക്ക് കയറ്റുവാൻ. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവയോടുള്ള യാത്രക്കാരുടെ വിമുഖതയല്ലേ അപകടങ്ങളിൽ നിർണായകമാകുന്നത്? തലച്ചോറിനും ഹൃദയത്തിനും പരിക്ക് പറ്റുന്നതാണ് ഉടനടിയുള്ള മരണത്തിന് കാരണം. ഇവിടെയാണ് ഹെൽമറ്റിന്റെ പങ്ക് നിർണായകമാകുന്നത്. മാത്രമല്ല, അപകടത്തിൽ ശരീരഭാഗങ്ങൾ അറ്റുപോയാൽ അവ വെള്ളം ഉപയോഗിച്ച് കഴുകിയതിനു ശേഷം പോളിത്തീൻ കവറിലാക്കി ഐസ് നിറച്ച ഒരു പാത്രത്തിലിട്ട് എത്രയും വേഗം ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കണം. താങ്ക് യു ഡോക്ടർ. മരുന്നുകൊണ്ടും ചികിത്സ കൊണ്ടും പ്രയോജനം ലഭിക്കാമെങ്കിലും അപകടത്തിൽ പെടാതിരിക്കുക എന്നത് തന്നെയാണ് ഉചിതം.